നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് ബാലേന്ദ്രന് രാത്രി ഉറക്കമില്ലായിരുന്നു. എങ്ങനെ ഉറങ്ങാൻ പറ്റും? അതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ കേട്ടിരിക്കുന്ന ഫോണിനകത്ത്. രേവതി കുട്ടിയോടുള്ള അലീനയുടെ സംസാരവും രോഹിത്തിനോട് പറയുന്ന കാര്യങ്ങളും എല്ലാം ബാലേന്ദ്രൻ കേട്ടു. മുത്തശ്ശിയുടെ ഫോണിനകത്ത് കോൾ റെക്കോർഡിംഗ് ഇട്ട കാര്യമൊന്നും അലീനയ്ക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അലീന പക്ഷെ ഇതൊന്നും അറിയത്തില്ലാതെ രാത്രിയിൽ തൻ്റെ ജോലികളൊക്കെ തുടരുക. എല്ലാവരും പോയി കിടന്നാലും അലീനയ്ക്ക് പോയി കിടക്കാൻ പറ്റില്ല. അലീന എല്ലാം ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കുക. ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വന്ന് അത് കണ്ടു. ബാലേന്ദ്രൻ്റെ സങ്കടമായി. ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇത്രയും വലിയ കള്ളത്തരമൊക്കെ പോലീസിനോട് പറഞ്ഞേ. താൻ കസാര കയറി നിന്നപ്പോൾ കാല് തെറ്റി വീണാന്ന്. വൈജയുടെ മോളല്ലേ, ഈ കുടുംബത്തിന് എന്ത് സംഭവിച്ച അവൾക്ക് പിന്നെ അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും. പിന്നീട് ബാലേന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ ജോലികളൊക്കെ ചെയ്യില്ലെന്ന്? പിന്നെ നീ എന്തിനാ അലീന, നിനക്ക് പോയി കിടക്കാൻ മേലേ? അല്ല അത് പിന്നെ സാറേ ഞാൻ അതെ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി. പോയി കിടക്കാൻ നോക്ക്. ഇനി എന്തേലും വരുത്തി വെച്ചാൽ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതായിട്ട് വരും. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ഒന്ന് തുടയ്ക്കുന്നതിന് കുഴപ്പമില്ല. എന്ത് കുഴപ്പമില്ലാന്ന്? അതൊക്കെ അവിടെ കിടന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നീ പോയി കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് അലീനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. ബാലേന്ദ്രൻ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അലീന അനുഭവിച്ച വേദന ഓർത്ത് കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. എന്നിട്ട് രോഹിത്തൊക്കെ കിടന്ന് ഉറങ്ങുന്ന ഉറക്കം ഇത് കണ്ടപ്പോൾ ബാലേന്ദ്രൻ അവനെ പിടിച്ചിട്ട് നിലത്തടിക്കാൻ തോന്നി. പക്ഷെ തൽക്കാലത്തേക്ക് ഇപ്പം അറിഞ്ഞതായിട്ടൊന്നും ഭാവിക്കണ്ട, ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, എന്താ ചെയ്യേണ്ടതെന്ന് ചില കാര്യങ്ങളും കൂടെ തീരുമാനിക്കാനുണ്ട് എന്നൊക്കെ ബാലേന്ദ്രൻ മനസ്സ് വിചാരിച്ചു. മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ വൈജയന്തി കൂറക്കം വലിച്ച് കിടന്ന് ഉറങ്ങുവാണ്. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവൾ കിടന്ന് ഉറങ്ങുന്ന ഉറക്കം കണ്ടില്ലേ ബാലേന്ദ്രന്. പക്ഷെ ഒരുപോലെ കണ്ണുറങ്ങാൻ പറ്റിയില്ല. രോഹിത്തിൻ്റെ കാര്യം ഓർത്തിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അവനെ നേരെയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ അലീന ഇങ്ങനെയൊക്കെ പറയണത്. കൂടപ്പുറപ്പല്ലേ, അവൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. തൻ്റെ മോൻ ഇത്തരക്കാരനാണെന്ന് താൻ ഒരിക്കലും വിചാരിച്ചില്ല. ആ ഹരിയുമായിട്ടുള്ള കൂട്ട്, ഇനി അവൻ ഇങ്ങോട്ടേക്ക് വരട്ടെ, വീട്ടുമുറ്റത്ത് പോലും അവനെ താൻ കേറ്റില്ല എന്നൊരു ചിന്ത ബാലേന്ദ്രൻ്റെ മനസ്സിലുണ്ടാവുന്നുണ്ട്. എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് ഈ കുടുംബം തന്നെ കുട്ടിച്ചോറാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കണേ. ബാലേന്ദ്രന് ഉറക്കം നഷ്ടപ്പെട്ട് കുറേ സമയം ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. പിന്നെയാണ് ബാലേന്ദ്രൻ ഉറങ്ങാനായിട്ട് പോണേ. പിറ്റേ ദിവസം രാവിലെ അലീനയുടെ ഫോണിലേക്ക് രേവതിക്കുട്ടി വിളിച്ചു. രേവതിക്കുട്ടി വിളിച്ചിട്ട് ചോദിച്ചു, ഇപ്പോഴെങ്ങനെയുണ്ട് അലീനച്ചി, കുറവുണ്ടോ? കുഴപ്പമൊന്നുമില്ല, ഇപ്പം എനിക്ക് നല്ല ഭേദമുണ്ട്. അല്ല അലീന ചേച്ചി എവിടെ, മുറിയിലാണോ? അപ്പോഴേക്കും അലീന പെട്ടെന്ന് ഫോണുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി. എന്താ രേവതിക്കുട്ടി? അല്ല അലീന ചേച്ചിയോട് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. ബാലേന്ദ്രൻ സാറിനോട് ആ കാര്യം പറഞ്ഞോ? അത് പിന്നെ എനിക്ക് പറയാൻ പറ്റിയില്ല. അതെന്താ? ഞാൻ എങ്ങനെ പറയണേ? എനിക്കറിയില്ല. സാറിൻ്റെ മുഖം കാണുമ്പോൾ എനിക്കത് പറയാൻ പറ്റില്ല. പാവ സാറ് എന്തുമാത്രം സ്നേഹമാണെന്നറിയാം എന്നോട്. അപ്പം അങ്ങനെയുള്ള സാറിനോട് മോനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ അതിന് സഹിക്കാൻ പറ്റില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയേണ്ട സമയത്ത് പറയണം. പിന്നീട് നമ്മൾ പറയാതിരുന്നിട്ടൊരു കാര്യമില്ല. അതൊക്കെ ശരിയാ. പക്ഷേങ്കിൽ ഇതേ ഒരു കാര്യം ഞാൻ പറയാം. ചേച്ചി ഇനി ഇത് വെച്ചോണ്ടിരിക്കില്ല, മനസ്സിൽ വെച്ചോണ്ടിരിക്കില്ല. മനുവേടനൊക്കെ അറിയാവുന്നതല്ലേ. പിന്നെ ഒരു കാര്യം കൂടെ, ചേച്ചി അവിടെ നിൽക്കേണ്ട. അവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടോ ഇപ്പം? അത് കുറച്ചൊക്കെ അത്യാവശ്യം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ജോലികളൊന്നും ചെയ്യാൻ പോരുത്. എന്തേലും ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ഇനി എന്താ? ഒരു കാര്യം ചേച്ചി ഇങ്ങോട്ടേക്ക് പോരെ, ഞങ്ങൾ നോക്കിക്കോളാം ചേച്ചീനെ. പിന്നെ ഭേദമായി കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട് നോക്കാമെന്ന് ഗ്രേസമ്പാനി പറഞ്ഞല്ലോ. അത് പിന്നെ മോളെ, അത്ര പെട്ടെന്ന് ഇവിടെ നിങ്ങോട്ട് പോരാൻ പറ്റുമെന്ന് തോന്നില്ല. അറിയാലോ, ഞാൻ കുറെ പൈസ ഇവിടെ കൊടുക്കാനുണ്ട്. പൈസയോ? എന്ത് പൈസ? അല്ല, എന്നെ ചികിത്സിച്ചതിൻ്റെ വകുപ്പിലെ കുറച്ച് പൈസ കൊടുക്കാനുണ്ടല്ലോ. ഓ അതാണോ കാര്യം? അത് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്നേ? എങ്ങനെ സെറ്റ് ചെയ്യാനാ? 1,60,000 രൂപയുണ്ടെന്നാ ഇന്നലെയും കൂടെ വൈജയന്തി വേണം നോക്കിയിട്ട് പറഞ്ഞു. അതെ, സ്വന്തം അമ്മയല്ലേ, ഇച്ചിരി പൈസ മുടക്കുന്നോർത്ത് കുഴപ്പമില്ല. അത് മോളെ നമുക്കല്ലേ അറിയത്തുള്ളൂ. അവർ നോക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ, വെറുതെ കൊടുക്കുന്ന പോലെ അവർക്ക് തോന്നുന്നേ. അതുകൊണ്ട് എൻ്റെ ശമ്പളത്തിൽ നിന്ന് അവരാ പൈസ പിടിച്ചു. ശമ്പളത്തിൽ നിന്ന് പിടിച്ചെന്നോ? അതെ, എനിക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് എന്നെ ഇവിടുന്ന് പെട്ടെന്ന് പറഞ്ഞു വിടുമെന്ന് തോന്നില്ല. പറഞ്ഞു വിട്ടാൽ പിന്നെ ആ പൈസ കിട്ടില്ല എന്ന് തോന്നിക്കാണും. അതുകൊണ്ട് എന്നെ മാടെ ഇപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഓഹോ അങ്ങനെയാണല്ലേ. അങ്ങനെയാണ്, ഒരു കാര്യം ചെയ്യാം. ഞാൻ ഗ്രേസമ്മാൻ്റെയോടും മാമച്ചനങ്ങളോടും പറയാം. വേണ്ട അത് വേണ്ട. അല്ലെങ്കിൽ തന്നെ എനിക്ക് വേണ്ടിയിട്ട് അവരെന്തൊക്കെ ത്യാഗം സഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ വന്നപ്പോൾ കുറേ പൈസ തന്നിട്ട് പോയി. അത് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് ഞാൻ ബാലേന്ദ്രൻ സാറിന് കൊടുക്കാമെന്ന് പറഞ്ഞ. പക്ഷെ സാറാ പറഞ്ഞ വേണ്ട, അത് കയ്യിലിരിക്കട്ടെ, ഒരാവശ്യം വരുമ്പോൾ എടുക്കാമെന്ന്. രേവതിക്കുട്ടിക്ക് എന്നാലും സങ്കടമായിരുന്നു. അലീന ചേച്ചി സത്യാവസ്ഥയൊക്കെ തുറന്നു പറയണമെന്നായിരുന്നു രേവതിക്കുട്ടിയുടെ മനസ്സിൽ. പിന്നീട് അലീന രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക.
അപ്പോഴേക്കും കോളിംഗ് ബെൽ അടിച്ചു. ആരായിരിക്കും എന്നോർത്ത് അലീന പോയി കഥ തുറന്നു കഴിഞ്ഞപ്പം മനുശങ്കറെ കണ്ടപ്പോൾ അലീനയ്ക്ക് സന്തോഷമായി. ആ മനുവേട്ടനൊപ്പാ, ഇതെന്താ രാവിലെ? എന്താ എനിക്ക് രാവിലെ വന്നുകൂടെ? അല്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയണ. അപ്പൊ ബാലേന്ദ്രൻ മനുശങ്കറെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മനുശങ്കർ രാവിലെ തന്നെ വന്നത്. പിന്നീട് അലീന പറഞ്ഞു, ഞാൻ ചായ എടുക്കാം. നീ ചായ ഒന്നും എടുക്കണ്ട. അല്ല, നീ ഇങ്ങനെ ഓടി നടന്ന് ഓരോ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങിയോ? അല്ല, അത് പിന്നെ അത്യാവശ്യത്തിനൊക്കെ. എനിക്കറിയാം നിനക്ക് ഇവിടെ ഒരു സമയത്ത് പോലും റെസ്റ്റ് ഇല്ലല്ലേ. നീ വീണ്ടും പഴയതുപടി തന്നെ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങിയല്ലേ. അത്രയ്ക്കൊന്നും ഇല്ലാന്നേ. കൃഷ്ണമോൾ എന്നെ സഹായിക്കാൻ വരും. അങ്ങനെ ഒരു കാര്യം ചെയ്യാം. നിനക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇപ്പൊ തന്നെ പറഞ്ഞേരെ. നമുക്കിപ്പൊ തന്നെ കൂടെ ഇറങ്ങിയേക്കാം. ഇനി ഇപ്പൊ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. അത് കേട്ടപ്പം ഭയങ്കര സങ്കടമായി അലീനയ്ക്ക്. അലീന പറഞ്ഞു, അങ്ങനൊന്നും ഇല്ല, ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. മനുഷ്യങ്കറിന് മനസ്സിലായി അലീനയ്ക്ക് ഇവിടെ ഇപ്പോഴും നല്ല ജോലിയുണ്ട്. അവൾക്കൊരു സ്വസ്ഥതയോ സമാധാനമൊന്നും ഈ കുടുംബത്തിൽ തൻ്റെ ആൻറ്റി കൊടുത്തിട്ടില്ല. അതേസമയം വൈജയന്തി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. വൈജയന്തി വന്നിട്ട് ചോദിച്ചു, ഇതെന്താ മനു രാവിലെ തന്നെ? ഞാനേ അലീനെ മുത്തശ്ശിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ. ഓ, നീയാണല്ലോ അവളുടെ കെയർ ടേക്കർ. അപ്പൊ ഒന്നും വന്ന് അന്വേഷിക്കണമായിരിക്കില്ലേ? അപ്പൊ നിനക്ക് ജോലിക്കും കുലിക്കും ഒന്നും പോണ്ടേ? അതൊക്കെ അതിന്റെ മുറയ്ക്ക് നടന്നോളൂ ആൻറ്റി. അതോർത്തിട്ട് ആൻറ്റി ടെൻഷൻ അടിക്കണ്ട. വൈജയന്തിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മനുശങ്കർ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് വരണേ. ഒരു മൂളിച്ചൊക്കെ മൂളിയിട്ട് വൈജയന്തി അങ്ങോട്ടേക്ക് കയറിപ്പോയി. ഇതങ്ങനെ ശരിയാവും തോന്നില്ല. അതേസമയം മനുശങ്കർ ആദ്യം മുത്തശ്ശിയെ കാണാനായിട്ട് ചെല്ലുന്നേ. അങ്ങനെ മുത്തശ്ശിയോട് സംസാരിക്കുന്ന സമയത്ത് മുത്തശ്ശി മനുവിനോട് ചോദിച്ചു, അല്ല മനു, നീ അലീന മോളോട് എന്തേലും കാര്യം പറഞ്ഞായിരുന്നോ? എന്ത് കാര്യം? അല്ല, അത് പിന്നെ ആഗ്രഹമുള്ള കാര്യങ്ങൾ. ഓ, അതാണോ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേറെന്തേലും പറഞ്ഞോ? വേറെന്ത് പറയാനായിട്ട്? ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തോ സംസാരിക്കണ സമയത്ത് ചോദിച്ചാ. അല്ല, മുത്തശ്ശിയുടെ മോളുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നേരത്തെ. നല്ല സ്വഭാവമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയെന്ന് പറഞ്ഞതാ. അത് കേട്ടപ്പോൾ മുത്തശ്ശിയുടെ മുഖം അങ്ങോട്ട് മാറി. എന്താ മുത്തശ്ശി എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. എന്താ അലീന എന്തേലും പറഞ്ഞോ മുത്തശ്ശിയോട്? ഒന്നും പറഞ്ഞൊന്നുമില്ല. അവൾ ചുമ്മാ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു ആരാ പറഞ്ഞേന്ന്. അപ്പോഴെന്നോട് പറഞ്ഞേ മനുവേട്ടനാ പറഞ്ഞേന്ന്. ഓ, അതാണോ കാര്യം? അല്ല, എന്താ നീ രാവിലെ? ചുമ്മാ മുത്തശ്ശിയൊന്ന് കണ്ടിട്ട് വന്നു തോന്നി. പിന്നെ അങ്കിളിനെ അലീനയൊക്കെ ഒന്ന് കാണണ്ടേ എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ചെല്ലുന്ന രോഹിത്തിൻ്റെ മുറിയുടെ അങ്ങോട്ടേക്കാ. നോക്കിക്കഴിഞ്ഞപ്പം രോഹിത്ത് നല്ല ഉറക്കം. അവൻ ഉറങ്ങട്ടെ, അവൻ്റെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേക്കട്ടെ എന്ന് ഓർത്ത് താഴേക്ക് വന്നു കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ അവിടെയുണ്ട്. ബാലേന്ദ്രൻ പറഞ്ഞു, അതെ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ അങ്കിളെ, എന്താ കാര്യം? ഇങ്ങോട്ട് വരാനും പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് എന്ത് ചെയ്യുവാണ്, ഒരു കവറെടുത്തു, ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇതെന്താ അങ്കിളെ? ഇത് കത്രിക. കത്രിക? മനസ്സിലായില്ലല്ലേ? ഇതാണ് അലീനയുടെ വയറ്റിൽ കുത്തിക്കേറിയ കത്രിക. അത് പിന്നെ എനിക്കറിയാം മനു, അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയാമല്ലേ? അല്ല, അത് പിന്നെ അങ്കിളെ വേണ്ട, നീ പറയണ്ട. ഈ കത്രിക ഞാനേ ആർക്ക് കൊടുത്താന്നറിയാവോ? കൊടുത്താന്ന് പറയാൻ പറ്റില്ല. രോഹിത്ത് എടുത്തോണ്ട് പോയതാ. രോഹിത്തിന്റെ മുറിയിലിരുന്ന കത്രികയത്. അലീന കിടന്ന് ഹാളിലാ. അപ്പൊ പിന്നെ എങ്ങനെയാ അവിടുന്ന് കത്രിക പറന്നു വന്ന് അലീനയുടെ വയറ്റത്ത് കുത്തിക്കേറിയോ? അത് പിന്നെ അങ്കിളെ എന്തേലും നീ കൂടുതൽ പറയണ്ട മനു. എനിക്കറിയാം, എനിക്കും അറിയാം, നിനക്കും അറിയാം. നേരത്തെ എനിക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് എല്ലാം അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് മനുഷ്യൻ ചോദിച്ചു, അല്ല അങ്കിളിന് എന്താ അറിയാവുന്നേ? നിന്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അതൊക്കെ എനിക്കറിയാം. ആ സമയം ബാലേന്ദ്രനൊരു സംശയമുണ്ട്. ഇനിയിപ്പം മനുശങ്കറിന് വൈജയന്തിരി മോളാണ് അലീന എന്നുള്ള കാര്യം അറിയാവോന്ന്, അതോ ഇനിയിപ്പം കുത്തുകേസ് മാത്രം അറിയത്തുള്ളൂ ഇല്ലയോ എന്ന്. ആ സമയം മനുശങ്കർ പറഞ്ഞു, അങ്കിളിനോട് ഞാനിത് എങ്ങനെ പറയണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ കാര്യങ്ങൾ അലീന എന്നോട് പറഞ്ഞത്. അലീനയ്ക്ക് സംഭവിച്ചത് അത് ഒരു അപകടമൊന്നും അല്ല. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അതൊക്കെ എനിക്ക് മനസ്സിലായി, ഞാൻ അതൊക്കെ അറിഞ്ഞു. അല്ല, അങ്കിളിനോട് ആരാ പറഞ്ഞേ? അതൊക്കെ എനിക്കറിയാം. പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു, എന്നിട്ട് നീ ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ലല്ലോ മനു. ഈ കത്രിക ഉണ്ടല്ലോ ഏറ്റവും വലിയ തെളിവാ, അറിയാലോ. അത് കേട്ടപ്പോൾ മനുശങ്കർ പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഞാനിത് പറയണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അലീനയാ പറഞ്ഞു, വേണ്ട, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം നശിച്ചു പോകും. ഭാവി, രോഹിത്തിൻ്റെ ഭാവി, കൃഷ്ണമോളുടെയും ബബിതയുടെയും ഭാവി, പിന്നെ ഹരിയുടെയും, ഇവിടുത്തെ മാഡം സാറും ഒക്കെ എല്ലാവരുടെ മുന്നിൽ നാണം കൊടുമെന്ന് പറഞ്ഞു. ശരിക്കും അവളെപ്പോലെ ഒരു പെൺകുട്ടി ഇന്നത്തെ കാലത്ത് ഇവിടെ ഉണ്ടോയെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആരാണെങ്കിലും പറയില്ലേ, വിളിച്ചു പറയില്ലേ ഉള്ള സത്യാവസ്ഥയൊക്കെ. ഈ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ അവളാ ത്യാഗം ചെയ്തത്. അത് മാത്രമല്ല, അഭിമാനം കാത്തു രക്ഷിക്കാൻ വേണ്ടിയിട്ടാ കത്രിക സ്വന്തം വയറ്റിൽ കുത്തിയിറക്കിയത്. ഇങ്ങനെ ഒരു പെൺകുട്ടിയൊക്കെ ഇന്നത്തെ കാലത്ത് കാണാനും കിട്ടാനും ഭയങ്കര
കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെ കാണാൻ പോലും കഴിയില്ല ഇങ്ങനത്തെ ഒരു പെൺകുട്ടിയെ. ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്കറിയാം മനു, അവൾ എത്ര നല്ലവളാന്നുള്ള കാര്യം അറിയാം. പക്ഷെ ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ല അങ്കിൾ എന്ത് ചെയ്യാനാ പോകുന്നേ? അത് നീ കണ്ടോ? ഇതറിഞ്ഞിപ്പം ഞാൻ ഹരിശങ്കറെ പിടിച്ചിട്ട് നന്നായിട്ട് 2 കൊടുത്തിട്ടുണ്ട്. പക്ഷെ രോഹിത്തിനോട് അവൻ ഇത്തിരി അഹങ്കാരം കൂടുതൽ ഉണ്ടെങ്കിലേ അവൻ്റെ അഹങ്കാരം ഞാൻ കുറച്ചു കൊടുത്തോളാം. ഏതാന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് ബാലേന്ദ്രൻ പറഞ്ഞു. ഇതങ്ങനെ വെറുതെ വിട്ടാലേ ഇന്ന് ഇത്തരം കാര്യങ്ങൾ അവൻ ചെയ്തു, നാളെ ചിലപ്പോൾ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും. നമ്മൾ ചോദിക്കാതും പറയാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ ഒരു വളവായി തീരും. മനുഷ്യൻ പറഞ്ഞു, അതെ ഞാനിത് മുമ്പേ ചോദിക്കാൻ വേണ്ടി വന്ന, പക്ഷേ ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെയോടും പറയായിരുന്നേ. ബാലേന്ദ്രൻ പറഞ്ഞു, ഇത് ഞാൻ നോക്കിക്കോളാം, എന്ത് വേണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാം. മനുഷ്യങ്കറിന് മനസ്സിലായി ഇത് ഒരു നടക്ക് പോകത്തില്ല, എന്താണെങ്കിലും കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് അടങ്ങുള്ളെന്ന്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇത് വൈജയന്തി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജയന്തി ഒരിക്കലും ഇത് അംഗീകരിക്കാനും പോകുന്നില്ല. പക്ഷേ ബാലേന്ദ്രൻ എന്താണെങ്കിലും വൈജയന്തിയെ പൊളിച്ചെടുക്കുക തന്നെ ചെയ്യും. സഹിക്കുന്നതിന് ക്ഷമിക്കുന്നൊരു പരിധിയുണ്ട്. അല്ലെങ്കിൽ തന്നെ വൈജയന്തിയുടെ ഇടയ്ക്ക് പറയുന്ന, നീ മക്കളെ ശരിക്കും ശ്രദ്ധിക്കുന്നില്ല, നിനക്കെപ്പോഴും ബാങ്ക് എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അവൻ കോളേജിലേക്ക് പോകുന്നുണ്ടോ അതോ വേറെ എവിടെയെങ്കിലും ആണോ? അതൊക്കെ കേൾക്കും വൈജയന്തി പറയും, എൻ്റെ മക്കൾ അങ്ങനെയൊന്നും പോകത്തില്ല, എൻ്റെ മക്കളെ ഞാനാ വളർത്തുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഹങ്കാരം പറയും. എന്താണെങ്കിലും അഹങ്കാരത്തിനുള്ള പണിയെ കിട്ടാൻ പോകുന്നേ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.